നമ്മുടെ ശാസ്ത്രപ്രചാരകരും യുക്തിവാദികളും ശാസ്ത്ര അധ്യാപകരുമൊക്കെ പലപ്പോഴും മതവിശ്വാസികളെക്കാൾ കടുത്ത അന്ധവിശ്വാസം പുലർത്തുന്നവരാണ്. അതും ശാസ്ത്രത്തിൻ്റെ ലേബലിൽ. ശാസ്ത്രത്തെ ശരിയായി മനസ്സിലാക്കാതെയോ തെറ്റിദ്ധരിച്ചോ മതവിശ്വാസികൾ പ്രചരിപ്പിക്കുന്നത് പോലുള്ള അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നതിൽ നമ്മുടെ യുക്തിവാദികളും ശാസ്ത്രപ്രചാരകരൊക്കെ പലപ്പോഴും വൈഭവം കാണിക്കുന്നുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ ദൈവവിശ്വാസികൾ വിചാരിക്കുന്നത് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് ദൈവമാണ്, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി ദൈവത്തിലൂടെയാണ് നടന്നത്. അതേപോലെ ഒരു അന്ധവിശ്വാസമാണ് പ്രപഞ്ചം ഉണ്ടായത് ബിഗ് ബാങ്ങിലൂടെയാണെന്ന് ശാസ്ത്രാധ്യാപകരും യുക്തിവാദികളൊക്കെ പ്രചരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ദൈവവിശ്വാസം അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുന്ന പോലെ തന്നെ ഒരു അന്ധവിശ്വാസമാണ് ബിഗ് ബാങ്ങിലൂടെയാണ് പ്രപഞ്ചം ഉണ്ടായിരുന്നത്. ഒരിക്കലും ശാസ്ത്രം അങ്ങനെ പറയുന്നില്ല, ശാസ്ത്രത്തിന് അങ്ങനെ പറയാൻ സാധിക്കുകയില്ല. കാരണം ഊർജ്ജത്തെ ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല എന്ന് തെളിയിക്കപ്പെട്ടൊരു ശാസ്ത്ര വസ്തുതയുണ്ട്. അതിന് വിരുദ്ധമാണ് പ്രപഞ്ചം തനിയെ ഉണ്ടായി എന്ന് വാദിക്കുന്നത്. ബിഗ് ബാങ് എന്ന് പറയുന്നത് പ്രപഞ്ചം ഉണ്ടായതിനെക്കുറിച്ചുള്ളതല്ല, പ്രപഞ്ചത്തെ നമുക്ക് അളക്കാൻ കഴിയുന്നതിനെക്കുറിച്ചാണ്. ഒരു സിംഗുലാരിറ്റിയിൽ അവസാനിക്കുന്നു. നമ്മൾ അളന്ന് അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ചരിത്രത്തിൽ പിന്നിലേക്ക് പോകുമ്പോൾ ഒരു സിംഗുലാരിറ്റിയിൽ നമ്മുടെ അളവുകൾ അവസാനിക്കുന്നു. കാരണം അവിടെ സ്പേസ് ടൈം അവസാനിക്കുന്നതുകൊണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ പിന്നിലേക്ക് അളക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അതിനർത്ഥം പ്രപഞ്ചം ആ സിംഗുലാരിറ്റിയിൽ തുടങ്ങി എന്നുള്ളതല്ല, അല്ലെങ്കിൽ ഉണ്ടായി എന്നുള്ളതല്ല. സിംഗുലാരിറ്റി വരെയും നമുക്ക് ചെല്ലാൻ കഴിയുള്ളൂ, നമ്മുടെ അളവുകൾക്ക് ചെല്ലാൻ കഴിയുള്ളൂ. കാരണം അവിടെ സ്പേസ് ടൈം തീരുന്നതുകൊണ്ട് പിന്നെ അതിന് പുറകിലേക്ക് അളവ് സാധിക്കില്ല, അപ്രസക്തമാണ്, അളവുകളില്ല. അതിനർത്ഥം പ്രപഞ്ചം അതിന് പിന്നിലേക്കുമുണ്ട്, പക്ഷെ നമുക്ക് അളക്കാൻ കഴിയില്ല, അളവുകൾ സാധ്യമാണ്, നമ്മുടെ മനസ്സിലാക്കൽ അവിടെ അപ്രസക്തമാണ്. അതുകൊണ്ട് നമുക്കളക്കാൻ കഴിയുന്നതിൻ്റെ പരമാവധി, അല്ലെങ്കിൽ നമുക്കളക്കാൻ കഴിയുന്ന ആ തുടക്കം, പ്രപഞ്ചത്തിൻ്റെ തുടക്കമായിട്ട് നമുക്ക് പിന്നിലേക്ക് പോയാൽ ഒരു സിംഗുലാരിറ്റിയിൽ എത്തുമ്പോൾ നമ്മുടെ അളവുകൾ എല്ലാം അവസാനിക്കുന്നു. പ്രപഞ്ചം തുടങ്ങുന്നത് ബിഗ് ബാങ്ങിലൂടെയല്ല, നമ്മുടെ അളവുകൾ തുടങ്ങുന്നതാണ് ബിഗ് ബാങ് അല്ലെങ്കിൽ സിംഗുലാരിറ്റിയിൽ നിന്ന് പ്രപഞ്ചം വികസിക്കുന്നതനുസരിച്ച് നമുക്ക് അളക്കാൻ സാധിക്കുന്നു. അവിടുന്ന് സ്പേസ് ടൈം വികസിക്കുന്നതനുസരിച്ച് നമുക്ക് അളവുകൾ സാധ്യമാകുന്നു. പിന്നിലേക്ക് പോകുമ്പോൾ സ്പേസ് ടൈം അവസാനിക്കുന്നിടത്ത് നമ്മുടെ അളവുകളും അവസാനിക്കുന്നു. അത്രയും ബിഗ് ബാങ് പറയുന്നുള്ളൂ, അല്ലാതെ പ്രപഞ്ചം തനി ഉണ്ടായിരുന്ന ബിഗ് ബാങ് പറയുന്നില്ല. നമുക്ക് അളക്കാൻ കഴിയുന്നതിൻ്റെ അങ്ങേയറ്റം സിംഗുലാരിറ്റിയിൽ അവസാനിക്കുന്നു. ഈ രണ്ട് വിശ്വാസവും, അതായത് ബിഗ് ബാങ്ങിലൂടെയാണ് പ്രപഞ്ചം ഉണ്ടായതെന്നുള്ള വിശ്വാസവും ദൈവം സൃഷ്ടിച്ചതാണ് എന്നുള്ള വിശ്വാസവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. തനിയെ പ്രപഞ്ചത്തിനുണ്ടാക്കാൻ കഴിയുമെങ്കിൽ തനിയെ ദൈവത്തിനും ഉണ്ടാകാം. ഇത് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. നമ്മൾ പ്രപഞ്ചം ദൈവം ഉണ്ടാക്കിയതാണെങ്കിൽ ദൈവത്തെ ആരുണ്ടാക്കിയെന്ന് യുക്തിവാദികൾ ചോദിക്കുന്നത് അത് അർത്ഥശൂന്യമാണ്. പ്രപഞ്ചത്തിന് തനിയെ ഉണ്ടാകാൻ കഴിയുമെങ്കിൽ ദൈവത്തിനും അതേ കാരണം കൊണ്ട് തനിയെ ഉണ്ടാകാൻ കഴിയും. ഇത് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ ശാസ്ത്രത്തിൻ്റെ പേരിൽ പ്രചരിക്കുന്നുണ്ട്. അത് പ്രചരിപ്പിക്കാൻ മതവിശ്വാസികളല്ല, ശാസ്ത്രവാദികൾ തന്നെ മുൻകൈയും എടുക്കുന്നു.